വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. 5 മാസം മുമ്പ് കർത്താവ് എനിക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു എംഫസിസ്, ഒരിക്കലും യഥാർത്ഥ ആത്മീയതയുടെ എംഫസിസ് പോകുന്നില്ല, പക്ഷെ വേറൊരു കാര്യത്തിനും കൂടെ എംഫസിസ് അത്യാവശ്യമാണ് എന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, ആദ്യകാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സുവിശേഷീകരണം എന്നുള്ള ഒരു ആസ്പെക്ട്, ആ ഒരു കാര്യം സഭകളിൽ നിന്ന് ഓൾമോസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യം. ഓൾമോസ്റ്റ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കുമായിരിക്കും, അതല്ല ഇപ്പോഴല്ലേ കൂടുതലുള്ളത്, അല്ലേ? ഇപ്പോഴല്ലേ പണ്ട് എവിടെ ക്രൂസൈഡ് മറ്റോ, പണ്ട് ഞങ്ങളൊക്കെ മീറ്റിംഗ് നടത്തുമ്പോൾ ഒരു കൺവെൻഷൻ നടത്തി കഴിഞ്ഞാൽ 100 പേരോ അല്ലെ 150 പേരോ ഒക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ലോ, 1000, 10,000 എന്നൊക്കെ ചുമ്മാ എണ്ണുന്നത് വെറുതെ കൂടുതലാണ്. നമ്മൾ ചുമ്മാ അങ്ങ് എണ്ണും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആയിരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം പിന്നെ കൂടുതലല്ലേ നടക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ഇല്ല, നമ്മുടെ ഈ ക്രൂസൈഡുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ കൺവെൻഷനുകളിലുമൊക്കെ എത്ര അക്രൈസ്തവരായ ആളുകൾ വരുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ നടത്തിയ മീറ്റിങ്ങുകളിൽ 150 പേര് പങ്കെടുത്തെങ്കിൽ 145 പേര് അക്രൈസ്തവരായിരുന്നു. പക്ഷെ 15,000 പേര് പങ്കെടുക്കുന്നവരിലും 145 പേര് അക്രൈസ്തവരില്ല. അപ്പൊ പിന്നെ എവിടെയാണ് സുവിശേഷീകരണം നടക്കുന്നത്? സഭകളുടെ ജനറൽ കൺവെൻഷനാണ് നമ്മൾ സുവിശേഷീകരണം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നത്. സഭകളുടെ ജനറൽ കൺവെൻഷൻ എങ്ങനെയാണ് സുവിശേഷീകരണമാകുന്നത്? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. അതെങ്ങനെയാണ് സുവിശേഷീകരണമാകുന്നത്? അതിനെയൊന്നും നമ്മൾ സുവിശേഷീകരണം എന്ന പട്ടികയിൽപ്പെടുത്താനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയുള്ളത് TV ഇവാഞ്ചലിസ്റ്റുകളും മറ്റുള്ള ആളുകളുമാണ്. അതിനകത്ത് കാൽവറി ക്രൂസിനെ കുറിച്ചോ വീണ്ടും ജനനത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ അതിനകത്തങ്ങ് പ്രസംഗിക്കുന്നൊന്നുമില്ല. പിന്നെ എങ്ങനെയാണത് സുവിശേഷീകരണമാകുന്നത്? അപ്പൊ സുവിശേഷീകരണം എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ കയറി, എനിക്കറിയാം പണ്ടുണ്ടായിരുന്ന ശുശ്രൂഷകരൊക്കെയും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലോ ഗ്രാമത്തിലോ ഒരു സഭയുടെ ശുശ്രൂഷകനായി ചെന്ന് കഴിഞ്ഞാൽ സഭയിലുള്ളവർ കൂടാതെ ഈ പാസ്റ്റർ തന്നെയാണെങ്കിലും അക്രൈസ്തവരുടെ വീടുകൾ കയറി ഇറങ്ങുമായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് അതിന് നേരമൊന്നുമില്ല. വിശ്വാസികളുടെ ഭവനങ്ങളിൽ തന്നെ കയറി ഇറങ്ങാൻ അവർക്ക് നേരമില്ല. അതിനിടയ്ക്ക് പിന്നെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കാനും അങ്ങനെ 100 കൂട്ടം, പിന്നെ പത്രം വായിക്കണം, TV കാണണം. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പം കൂടുതലുള്ളത് കൊണ്ട് ഇവർക്ക് എന്താണ്, വീടുകൾ കയറി ഇറങ്ങാനോ ട്രാക്റ്റുകൾ കൊടുക്കാനോ. ഏത് സഭയിലുണ്ട്? നമ്മുടെ സഭകളിൽ എത്ര സഭകളുണ്ട് ട്രാക്റ്റുകളുടെ ഒരു സ്റ്റോക്കുള്ള സഭകൾ? എവിടെയുണ്ട് ട്രാക്റ്റുകളുടെ ഒരു സ്റ്റോക്കുള്ള സഭകൾ? പണ്ട് കാലത്തൊക്കെ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ മിനിസ്ട്രിക്കാരൊക്കെ പിന്നെ ഉണ്ടായതല്ലേ. അതിനു മുമ്പ് എന്നാ ഹോസ്പിറ്റലിൽ ആരും പോകാതിരിക്കുകയായിരുന്നോ? എല്ലാ സഭകളിലുമുള്ളവർ, പ്രത്യേകിച്ച് പട്ടണങ്ങളിലുള്ളവർ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ പോയിക്കൊണ്ടിരുന്നു. പോയി അവിടെയുള്ളവരുടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആരാ ഹോസ്പിറ്റലുകളിൽ പോകുന്നത്? ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുവിശേഷീകരണത്തിന്റെ ഈ ചോർന്നു പോക്ക്, ആ വാക്ക ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, ചോർന്നു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിഞ്ഞില്ല ഇത് നമ്മൾ സുവിശേഷീകരണം നമ്മുടെ സഭകളിൽ ഇല്ലാതെ പോയുന്നു എന്നുള്ള കാര്യം നമ്മൾ തന്നെ അറിഞ്ഞില്ല. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സുവിശേഷീകരണം ഒരു സീരിയസ് ഇഷ്യൂ അല്ല. ഒരു സഭയിലും സുവിശേഷീകരണം ഒരു സീരിയസ് ഇഷ്യൂ അല്ല. ചിലപ്പോൾ ഓണവാരവേല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഓണത്തിന് ഒരു അവധിക്ക് ഒരു ദിവസം രാവിലെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് ഒരു കുശാലായിട്ട് ഊണും കഴിച്ച് വെച്ച് വീട്ടിൽ പോകുന്ന ഓണവാരവേലയൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. അതൊന്നും ഒരു സുവിശേഷീകരണത്തിന്റെ വലിയ ഒരു മുന്നേറ്റമായിട്ടൊന്നും കണക്കാക്കാനൊന്നും ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് സുവിശേഷീകരണം സഭയുടെ ഒരു വലിയ ഒരു ത്രസ്റ്റായിട്ട് അതിനുവേണ്ടിയുള്ള വലിയ ഒരു അഭിനിവേശം ഉണ്ടാകണം. ആ സുവിശേഷീകരണത്തിനുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു എംഫസിസ്. അതുകൊണ്ടാണ് ഒരു എംഫസിസ് ആവശ്യമായിരിക്കുന്നത് എന്ന് എനിക്ക് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 5 months ബാക്ക് ഈ ഒരു കാര്യം, ഞാൻ ഇടയ്ക്ക് ശ്രീലങ്കയിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് എനിക്ക് വളരെയേറെ ഈ കാര്യത്തെക്കുറിച്ച് ദൈവാത്മാവ് ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും ശേഷം ഞാൻ നേരെ വന്ന് ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ
ഇടപ്പള്ളിയിലെ നമ്മുടെ ചർച്ചിലെ മാത്യുവിനെയും ജോജോയെയും വിളിച്ചു വരുത്തി അവരോട് ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് വാസ്തവത്തിൽ ഈ മീറ്റിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ വിഷയം തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സുവിശേഷീകരണത്തിന്റെ അനിവാര്യതയെക്കുറിച്ചുള്ള പഠനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സുവിശേഷീകരണം ഇന്നും ആവശ്യമായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നും ഇന്നും തമ്മിൽ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ വലിയ പെർസെന്റേജിന്റെ ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ സഭകൾ എണ്ണത്തിൽ പെരുകി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എണ്ണത്തിൽ പെരുകി അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടുതൽ ആളുകൾ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ പെറ്റുപെരുകി വന്നതൊക്കെയാണ്. അല്ലാതെ പുറത്തു നിന്നുള്ള ആളുകൾ അങ്ങനെ കൂടി വരുന്നതൊന്നും എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. 30 വർഷം 40 വർഷം പഴക്കമുള്ള പല സഭകളും ഞാൻ കണ്ടിട്ടുണ്ട്. 30-40 കുടുംബക്കാർ പോലും ആ വീടുകളിൽ, ആ സഭകളിൽ ഇപ്പോഴുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ചേർച്ച്, കുറിയന്നൂരെ ഞങ്ങളുടെ ചേർച്ച് മേ ബി 73 തുടങ്ങിയ ഒരു ചർച്ചാണ്. 73 തുടങ്ങിയ ചർച്ചാണ്. ഞാൻ 74 വിശ്വാസത്തിലേക്ക് വരുന്നത്. 75 ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന സഭായോഗത്തിന് വരുന്നവരുടെ അത്രയും പേരൊക്കെ ഇപ്പോഴും വരുന്നുള്ളൂ. ആളുകൾ മാറിയിട്ടുണ്ടെങ്കിലും നമ്പറിനകത്ത് പറയുന്ന വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? അതിന് ഞങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാവരും അങ്ങ് വിശുദ്ധന്മാരായി തീർന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അതെല്ലാം പാപികളല്ലാതായി തീർന്നുകൊണ്ടോ വല്ലതുമാണോ? ഒന്നുമല്ല. ഇന്ത്യയുടെ റിയാലിറ്റിക്ക് പറയുന്ന വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ റിയാലിറ്റി ഇന്നും എന്താണ്? ക്രിസ്ത്യാനികളുടെ എണ്ണം എന്താണ്? നെഗ്ലിജിബിൾ ആണ്. നെഗ്ലിജിബിൾ. ഇവിടെ നമ്മൾ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കി ഇവിടെ രാഷ്ട്രം സ്ഥാപിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെയാണ് പല ചിലരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയാകണം. എനിക്കങ്ങനൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം, ഇവിടുത്തെ കളക്ടർമാരെല്ലാം ക്രിസ്ത്യാനികളാകണം. ആര് ക്രിസ്ത്യാനി ആയാലും ഒരാത്മാവേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രിസ്ത്യാനി ആയാലും തെരുവിൽ കിടക്കുന്ന യാചകൻ ക്രിസ്ത്യാനി ആയാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ രണ്ടുപേർക്ക് ഒരു വില ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വേണമെങ്കിലും ക്രിസ്ത്യാനി ആയിക്കോട്ടെ, യാചകൻ വേണമെങ്കിലും ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ജയിലിൽ കിടക്കുന്ന ഒരു കൊലപ്പുള്ളി ക്രിസ്ത്യാനി ആയാലും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുപോലെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ക്രിസ്ത്യാനിയാകണമെന്ന് പറയുമ്പോൾ ഇതൊരു ക്രൈസ്തവ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ഒന്നും അല്ല. അതൊന്നും എനിക്ക് അങ്ങനത്തെ വൈൽഡായിട്ടുള്ള സ്വപ്നങ്ങളൊന്നുമില്ല. ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൈൽഡായിട്ടുള്ള സ്വപ്നങ്ങളൊന്നും എനിക്ക് ഇല്ല. അതല്ലല്ലോ, ഇവിടെ രാഷ്ട്രം സ്ഥാപിക്കാനല്ലല്ലോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതൊക്കെ. ആണോ? നമ്മളെ ഇവിടെ ഇന്ത്യ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കാൻ, ക്രൈസ്തവ രാഷ്ട്രമായവന്മാരുടെയൊക്കെ കാര്യം ഗതി ഇപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ, ഇല്ലേ? അങ്ങനെ എന്തിനാണ് നമ്മളൊരു രാഷ്ട്രം ഉണ്ടാക്കുന്നത്? അതിനുവേണ്ടിയൊന്നുമല്ല. റിയാലിറ്റി എന്താണ്? ഇന്ത്യയുടെ ജനങ്ങളിൽ എത്ര പെർസെന്റേജ് ക്രിസ്ത്യാനികളെന്നല്ല, എത്ര പെർസെന്റേജ് ആണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. See, that's where we need to be concerned about the need for evangelism. അവിടെയാണ് നമ്മുടെ ഇവാഞ്ചലിസത്തിന്റെ നീഡ് ആവശ്യമായിരിക്കുന്നത്. ഇവാഞ്ചലിസം എന്തിനാണ്? ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ക്രൈസ്തവ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകുന്നവനെ തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. എന്ത്? സുവിശേഷീകരണം. ആ ഒരു എംഫസിസ് ആണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ വേറെ ഒന്നുമല്ല, വേറെ ഒന്നും നമുക്ക് വിഷയമല്ല. നരകത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ പോകുന്നത് നമുക്ക് തടയണം. അവരെങ്ങോട്ട് പോകണം? സ്വർഗത്തിൽ കർത്താവിനോട് ചേർന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതിന് കഴിയണം. ആ ഒരു എംഫസിസ് മാത്രം മതി. ഇന്ത്യയിൽ ഇന്നും ഈ പറയുന്നത് പോലെ ഈയിടെ ആരോ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ബ്രദറെ നമുക്കറിയാൻ വയ്യാഞ്ഞിട്ടാ ഇന്ത്യയിൽ 33% ക്രിസ്ത്യാനികളുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, വട്ടാണോ പറയുന്നത്? 3.3 എന്നുള്ളതിന്റെ കുത്തുമാഞ്ഞു പോയതായിരിക്കും ചിലപ്പോൾ. 3.3 തന്നെ ഇല്ല. അതാണ് സത്യം. ക്രിസ്ത്യാനികളുടെ നമ്പരല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികളുടെ നമ്പർ തന്നെ 3.3 പോലും ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ എല്ലാം ആളുകളെല്ലാം അങ്ങ് ക്രിസ്ത്യാനികളൊന്നുമല്ല. ഇനി 3.3% ക്രിസ്ത്യൻസ് എന്ന പേരിലുണ്ടെങ്കിൽ പോലും അതിനകത്ത് 0.3% ആയിരിക്കും വീണ്ടും ജനിച്ചവര്. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു കർത്താവുമായി നിരന്തര ബന്ധം പുലർത്തുന്ന, പാപത്തെ വിട്ടൊഴിഞ്ഞ് പരിശുദ്ധമായ ജീവിതം ജീവിക്കുന്ന ആളുകളല്ലേ സ്വർഗത്തിൽ പോകുന്നത്. സോ ഇവഞ്ചലൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ 1% ക്രിസ്ത്യൻസ് ഉള്ള ഇന്ത്യയിൽ എപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം അവസാനിക്കുന്നത്? നമുക്കെങ്ങനെ പറയാൻ പറ്റും ഇന്ത്യ എല്ലാം സുവിശേഷീകരിച്ച്? അതൊക്കെ ഈ മിഷൻ ജേണൽസിൽ വരുന്ന വെറും കള്ളത്തരങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മിഷൻ ജേണൽസിൽ ആരെങ്കിലും ഒരാൾ കൈപൊക്കിയാൽ ഉടനെ തന്നെ, കൈപൊക്ക് പോലും വേണ്ട, ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ ഇപ്പൊ കൈപൊക്ക് പോലും വേണ്ട, അത്രയും പോലും പ്രയാസമില്ല രക്ഷിക്കപ്പെടാൻ, ടിക്കറ്റാ മതി. അങ്ങനെ ടിക്കറ്റവരുടെ എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
മാസികകളിലൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്ന ആളുകളുടെ എണ്ണം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു മിഷനറി മാസികയ്ക്കകത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പ്രത്യേകം പ്രാർത്ഥിക്കണം. കഴിഞ്ഞ മാസം 200 പേര് കർത്താവിനെ അംഗീകരിച്ചായിരുന്നു. അതിനകത്ത് 150 പേര് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരും മടങ്ങിപ്പോകാത്തതുകൊണ്ടാണോ? അല്ല. പക്ഷെ അത് നമ്മൾ പറയത്തില്ല, ഇല്ലേ? അങ്ങനെയാണ് ഈ വെറുതെ കണക്കുകൾ നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക്. ഇനി എല്ലാ കണക്കും കൂടെ കൂട്ടിയാലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഭാരതം ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു 1% താഴെ ആളുകൾ മാത്രമേ യേശുവിനെ അറിയാവുന്നവരായി മീനിങ് ഫുൾ ആയിട്ട്, അല്ലാതെ ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ള കുറച്ച് പേരോട് കാണുമായിരിക്കും, പക്ഷേ മീനിങ് ഫുൾ ആയിട്ട് യേശുവിനെ അറിയുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പീപ്പിൾ, അവരുടെ പോപ്പുലേഷന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ 1%. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതല്ലേ? ഇവിടെയാണ് ഈ എംഫസിസ് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ 35 വർഷം മുമ്പോ 40 വർഷം മുമ്പോ, എനിക്ക് ഒരു 35 ഇയേഴ്സോ അല്ലെങ്കിൽ 3.5 പതിറ്റാണ്ട് കാലമായിട്ട് ഇന്ത്യയുടെ സുവിശേഷീകരണ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, കുറെ കൂടെ ആഴത്തിൽ നോക്കിക്കാണുന്ന വ്യക്തി എന്ന നിലയിൽ, ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, സുവിശേഷീകരണത്തിന്റെ എംഫസിസ് നമുക്ക് എത്രയും അധീകരിക്കേണ്ടതായ സമയത്ത് എത്രയും ഇല്ലാതെയായി പോവുകയാണ്. അതൊരു വലിയൊരു കൺസേണാണ്. ക്രൂസൈഡുകൾ, എന്റെ നോട്ടത്തിൽ ക്രൂസൈഡുകളിലൂടെ ആരും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാനതൊന്നും പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ക്രൂസൈഡുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം തന്നെയല്ല, നമ്മളുടെ എഫേർട്ടും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം ഓൾമോസ്റ്റ് നില്ലാണ്. പിന്നെ നമുക്കുള്ളത് കുറച്ച് ഉപവാസ യജ്ഞങ്ങളാണ്. 40 ദിവസവും 80 ദിവസവും ഒക്കെ ഉപവാസ യജ്ഞങ്ങൾ. ഇവിടെയൊക്കെ അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് ഇതിനകത്ത് എന്താ ചെയ്യാനുള്ളത്? അതൊരു വലിയ ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് തന്നെയല്ല എൻ്റെ ചിന്ത എന്ന് ഞാൻ അങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് ദൈവികമായ ചിന്ത തന്നെയാണ്. ഞങ്ങൾക്കും കർത്താവിനും തോന്നുന്നു എന്ന് അപ്പോസ്തലന്മാർ പറയുന്നത് പോലെ, ദിസ് ഇസ് ഇൻഫാക്ട് വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു വലിയ ജനസമുദ്രത്തോടൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം, നമുക്ക് പേഴ്സണലായിട്ട് അവരുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാകുന്നില്ല. ഞാനും ക്രൂസൈഡിന് പ്രസംഗിക്കുകയോ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്ന ഒരാളാണ്. ഇവിടെ ഞാൻ പിന്നെ അതിന് മനഃപൂർവ്വമായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കയിലും മറ്റും പലപ്പോഴും ഞാൻ അങ്ങനെയുള്ള ബിഗ് മീറ്റിംഗ്സിൽ പ്രസംഗിക്കേണ്ടി വരുന്നു. പക്ഷെ എനിക്കൊരിക്കലും അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല. കാര്യം 5000-10,000 ആൾക്കാർ കൂടുന്ന മീറ്റിങ്ങുകൾക്ക് ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കും, ഇവരിൽ ആരെ എനിക്കറിയാം, ഇവരിൽ ആർക്ക് എന്നെ അറിയാം, ഇവർക്ക് ആർക്കെങ്കിലും നാളെ എന്നെ കാണാൻ പറ്റുമോ? ഞാൻ പ്രസംഗിച്ചിട്ട് ഓടിപ്പോവല്ലേ? അല്ലേ? ഇവിടെ ഇരിക്കുന്ന 90% ആളുകൾക്ക് നാളെയും എന്നെ കാണാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്കറിയാം. നിങ്ങൾ എന്നെ ഇന്ന് ആദ്യം കാണുകയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ ഒരിക്കൽ കാണുന്നവരെ പിന്നെയും കാണാനാണ് ഞാൻ നോക്കുന്നത്, അല്ലാതെ കൂടുതൽ ആളുകളെ കാണാനല്ല നോക്കുന്നത്. അത് പക്ഷേ ഒരു ടീച്ചിങ്ങിന്റെ അവസ്ഥയിലാണെന്ന് ഒരു പക്ഷെ പറഞ്ഞേക്കാം. പക്ഷേ എപ്പോഴും ഈ മാസ് ഇവാഞ്ചലൈസേഷന്റെ ഒരു പ്രശ്നം, നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ്. ഈ ഒരു പോഡിയം പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് തന്നെ അകറ്റുകയാണ്, ഒരു പരിധിവരെ അകറ്റുകയാണ്. ഒരു അകൽച്ച. നമ്മൾ തമ്മിൽ 2 പേര് കൂടിയിരുന്ന ഒരു കസേര അപ്പുറത്തിപ്പുറത്തോട്ട് വർത്തമാനം പറയുന്ന പോലെയാണോ? അതിൽ നിന്ന് കുറെ കൂടെ അകലമായി പോയില്ലേ ഒരു പോഡിയം വെക്കുമ്പോൾ? ഇല്ലേ? നമ്മൾ ഒരു കസേര അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ അല്ലല്ലോ ഒരു പോഡിയത്തിന് ഇപ്പുറത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ. ഇല്ലേ? ശരിയല്ലേ? അകൽച്ച ഉണ്ടാകുന്നുണ്ട്. അത് കൂടുകയാണ് വലിയൊരു സ്റ്റേജ് ആകുമ്പോൾ. അത് കൂടുകയാണ് ഞാനൊരു എക്സ്ട്രാ മൈക്ക് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ. മൈക്കില്ലാതെ നമ്മൾ തമ്മിൽ പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്. മൈക്കിൽ കൂടി ഇപ്പോൾ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ വാദത്തോടെ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഒരു സുവിശേഷീകരണത്തിലെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജാണ്. നമ്മൾ ചിന്തിക്കുന്നത് കൂടുതൽ വളർച്ച ഉണ്ടാകുമ്പോൾ ടെക്നോളജിയുടെ വളർച്ചയിൽ നമ്മൾ സുവിശേഷീകരണം ഉയർന്നു പോവുകയാണെന്ന്. പക്ഷേ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷീകരണത്തിന്റെ ഡിക്ലൈനിങ് ആണ് ടെക്നോളജി നമുക്ക് കൊണ്ടു തന്നത്.
സുവിശേഷീകരണം കൂടുതൽ ആളുകളുടെ അടുത്ത് എത്തിക്കാനായിട്ട് നമുക്കൊരു പക്ഷേ ടെക്നോളജി, ഇപ്പം ഞാനാണെങ്കിലും ടെലിവിഷനിൽ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പലപ്പോഴും അവിടുത്തെ FM റേഡിയോയിലും മറ്റും ഞാൻ എൻ്റെ മെസ്സേജസ് വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എല്ലാം ഉണ്ട്, കാര്യമൊക്കെ ചെയ്യണം. പക്ഷേ ഐ ആം എവേ ഫ്രം ദം. അതിനകത്ത് സംശയമൊന്നുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ടാൽ ആയിക്കോട്ടെ. എങ്കിലും എപ്പോഴാണ് സുവിശേഷീകരണം കൂടുതൽ ഫലവത്താകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-to-1 ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോഴാണ്, ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ഒരു ക്ലർജിയുടെ കയ്യിൽ കിടക്കേണ്ട ഒരു കാര്യമല്ല. ഇതിനുവേണ്ടി സുവിശേഷീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വലിയ വലിയ ക്രൂസൈഡ് നടത്താനായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പേരുടെ കയ്യിൽ നടക്കേണ്ട ഒരു കാര്യമല്ല. ഇവാഞ്ചലിസം ശരിക്കും നടക്കേണ്ടത് ലേ പീപ്പിൾ, നമ്മളെ പോലെയുള്ള, മേ ബി ഐ ഓൾസോ ക്യാൻ സേ ദാറ്റ് യുനോ, ഈ സ്റ്റേജിൽ നിൽക്കുന്നവരല്ല ശരിക്കും ഇവാഞ്ചലിസത്തിന്റെ ആളുകൾ. പ്രത്യുത പ്യൂവിലുള്ള താഴെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റേജിന് താഴെയുള്ള, അല്ലെങ്കിൽ the future of evangelism is not in the hands of pastors and priests and preachers. The future of evangelism is in the hands of the lay people. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പം നിങ്ങൾ വീടുകൾ കയറി ഇറങ്ങണം. നിങ്ങൾ ഓഫീസിലുള്ളവരോട് ഡയറക്റ്റ് ആയിട്ട് കണ്ട് സംസാരിച്ച് സുവിശേഷം അറിയിക്കണം. നിങ്ങളൊരു ട്രാക്റ്റ് കൊടുക്കണം. നിങ്ങളൊരു ട്രാക്റ്റ് കൊടുക്കുമ്പോൾ നാളെ നിങ്ങളോട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ ട്രാക്റ്റ് നിങ്ങൾ തന്ന പുസ്തകം ഞാൻ വായിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാമല്ലോ, ഇന്നലെ തന്ന ഞാൻ വായിച്ചോ എന്നൊന്ന് ചോദിക്കാമല്ലോ. എന്തുകൊണ്ടാണ്? അവിടെയാണ് റിലേഷൻ ഉണ്ടാകുന്നത്, അവിടെയാണ് സുവിശേഷീകരണം ഫലവത്താകുന്നത്. അതാണ് യഥാർത്ഥ സുവിശേഷീകരണം. അതാണ്. അതുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങുകയും ട്രാക്റ്റുകൾ കൊടുക്കുകയും, അല്ലെങ്കിൽ ഓരോരോ നിലകളിൽ ഏറ്റവും അടിസ്ഥാനപരമായി 1-to-1, അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പം ഒരു കവലയെ പ്രസംഗിക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്നറിയാമോ? ഇപ്പം ഞാനിപ്പോൾ ഒരു കവലയിൽ മൈക്കില്ലാതെ പ്രസംഗിക്കുകയാണ്. ഞാൻ ആഫ്രിക്കയിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ചേർച്ചിൽ നിന്ന് ഞാൻ ഇവാഞ്ചലിസത്തിന് വേണ്ടി അവരെ ആഹ്വാനം ചെയ്തപ്പോൾ 200 പേര് അതിനുവേണ്ടി വോളണ്ടിയർ ചെയ്ത് വന്നു. ഇത് 2 മാസത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. 2 months ബാക്ക് 200 പേര് അതിനുവേണ്ടി വോളണ്ടിയർ ചെയ്ത് വന്നു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മൈക്കില്ലാതെ കാര്യം അവർക്ക് ഈ ക്രൂസൈഡ് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, കമോൺ, ഐ വിൽ കം വിത്ത് യു. ഞാൻ അങ്ങനെ തന്നെ പോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, മൈക്കില്ലാതെ പ്രസംഗിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. കാര്യം മൈക്കില്ലെങ്കിൽ ഒരു ചെറിയ ഒരു കവലയിൽ വലിയ ക്രൂസൈഡ് നടത്തണം. നിങ്ങൾ ഒരു 15-25 പേരുള്ള ഒരു ചെറിയ മുൾക്കാങ്കടയും മറ്റുമുള്ള ഒരു കടയുടെ അപ്പുറത്തോട്ട് നിന്ന് നിങ്ങൾ പ്രസംഗിക്കാണെന്ന് വെച്ചു. ഇപ്പൊ ചിലരുടെ ഒരു ചിന്തയുണ്ട്, ബ്രദറെ ഇവിടെ പരസ്യങ്ങൾ നിരോധിച്ചില്ലേ, അപ്പോൾ നമുക്ക് പരസ്യവും നടത്താൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഇവിടുത്തെ കോടതി പരസ്യവും നിരോധിച്ചിട്ടില്ല. വഴി തടയുന്നതിനെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. ആം ഐ റൈറ്റ്? അത്രേ ഉള്ളല്ലോ. ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതിനെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വീടിന്റെ ഇപ്പുറത്തെ കവലയിൽ നിന്ന് 20 പേരുള്ളിടത്ത് നിന്ന് നിങ്ങൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തില്ല. പോട്ടെ, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ, പോകുന്നതിനങ്ങ് പോട്ടെ. അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്തുണ്ടാകുന്ന കാര്യം ഒരാൾ അവിടെ നിന്ന് ചോദിച്ചാൽ അങ്ങോട്ട് നടക്കാമല്ലോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നടക്കാമല്ലോ, ഇല്ലേ? മൈക്കുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്ക് മൈക്കിൽ നിന്ന് മാറുന്നത് എനിക്കൊരു തടസ്സമല്ലേ? മൈക്കില്ലാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന പറയത്തില്ലായിരുന്നു, ഇല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ ഇവാഞ്ചലിസത്തിന്റെ ഏറ്റവും ചെറിയ നിലയിലേക്ക് ഇറങ്ങി വരണം. അത്രയും പേരോട് നമുക്ക് സംസാരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. വലിയ മൈക്കൊക്കെ വരുമ്പോഴല്ലേ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അന്നേരമല്ലേ നമ്മൾ പെർഫോമേഴ്സ് ആകുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് സുവിശേഷം പറയാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഈ ഇൻട്രൊഡക്ഷന്റെ ഈ സമയത്ത് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞാണ്. ഈ 3 ദിവസത്തെ ക്ലാസ്സിലും ഈ സുവിശേഷീകരണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. ഓഫ് കോഴ്സ് ഇത് കേൾക്കുന്ന വേറെ ആൾക്കാർ ടെലിവിഷനിലൂടെയും സീരീസിലൂടെയും ഒക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്നാലും ഞാനിവിടെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കേൾക്കുന്ന ആരാണെങ്കിലും സുവിശേഷീകരണത്തിന് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇത് കേൾക്കുന്ന എല്ലാവരും ഓരോ സുവിശേഷകരാകണം, ഓരോ ഇവാഞ്ചലിസ്റ്റ് ആകണം. നിങ്ങൾ ജോലിയെല്ലാം കളഞ്ഞേച്ച് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ജോലി കളഞ്ഞാൽ സന്തോഷം, പക്ഷേ ജോലി കളഞ്ഞേച്ച് പോകണമെന്നല്ല ഞാനിപ്പോൾ പറയുന്നത്. അത് കർത്താവ് പറയുകയാണെങ്കിൽ ജോലിയൊന്നും വലിയ വിഷയമൊന്നുമല്ല.
സുവിശേഷം അറിയിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാത്ത രീതിയിൽ നിങ്ങൾ വളരുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ 365 ഡേയ്സും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർക്ക് ജോലിയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജോലി ചെയ്യുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജോലി ചെയ്യുന്നതല്ല നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്താണ്? സുവിശേഷം അറിയിക്കുന്നതാണ്. കർത്താവിനെ അംഗീകരിച്ച ഏതൊരു വ്യക്തിയും ഒരു സുവിശേഷകനായിരിക്കണം. ജോൺ വെസ്ലി പറഞ്ഞൊരു വാചകമുണ്ട്, എവ്രി മാൻ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷനറി ആൻഡ് എവ്രി മാൻ വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ്. യേശുക്രിസ്തുവുള്ള എല്ലാ വ്യക്തികളും ഒരു മിഷനറിയാണ്. യേശുക്രിസ്തു ഇല്ലാത്ത ഏത് വ്യക്തിയും ഒരു മിഷൻ ഫീൽഡാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, യേശു ഉള്ളിലുള്ള എല്ലാവരും എന്തായിത്തീരണം? ഒരു മിഷനറി ആയിത്തീരണം, ഒരു സുവിശേഷകനായിത്തീരണം. നിങ്ങൾ ജോലി ചെയ്തോ, നിങ്ങളുടെ സുവിശേഷ വേലയോടുകൂടെ നിങ്ങളൊരു ജോലിയൂടെ ചെയ്തോ. ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യരുത്. എന്താ വേണ്ടത്? സുവിശേഷ വേലയോടുകൂടെ നിങ്ങളൊരു ജോലിയും കൂടെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ബേസിക്കലി ആരാണ്? സുവിശേഷകരാണ്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളൊരു ജോലി ചെയ്താൽ എനിക്കൊരു പ്രയാസമില്ല. പക്ഷേ സുവിശേഷം വിട്ടുള്ള ജോലിയൊന്നും നമുക്ക് വേണ്ട. കാരണം നമ്മൾ പ്രൈമറിലി വി ആർ ഇവാഞ്ചലിസ്റ്റ്. എവ്രി ബിലീവർ ഈസ് എൻ ഇവാഞ്ചലിസ്റ്റ്. ഹി ഈസ് കോൾഡ് ടു വിറ്റ്നസ്. സാക്ഷിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ ഭൂമിയിലൊക്കെയും എൻ്റെ സാക്ഷികളാകും. സാക്ഷിക്കുന്നതിന് വേണ്ടി. അതാണ് ഇവാഞ്ചലിസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ വലിയ ക്രൂസൈഡൊന്നുമല്ല, സാക്ഷിക്കുന്നതിന്. അങ്ങനെ സുവിശേഷീകരണത്തിന്റെ ഏറ്റവും താഴെ നിലയിൽ ഞാൻ പറയുന്നത് ഏറ്റവും ലളിതമായ സുവിശേഷീകരണം എന്നുള്ളതായിരിക്കണം ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ മാസ് ഇവാഞ്ചലൈസേഷനും വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെ നടത്തിക്കോട്ടെ, അത് നടത്തുന്നവരൊക്കെ നടത്തിക്കോട്ടെ. അതൊക്കെ നമുക്കിപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. പക്ഷേ ആ വലിയ കാര്യം നടക്കുന്ന അത്രയും തന്നെ നിങ്ങൾ ചില്ലറയായി നടത്തിയാലും നടക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കവലയിൽ പോയി 25 പേരോട് സുവിശേഷം പറഞ്ഞാൽ ഒരു സഭയുടെ ജനറൽ കൺവെൻഷന് 25 ലക്ഷം രൂപ മുടക്കി നടത്തുന്ന ആ കൺവെൻഷനിലും 25 അവിശ്വാസികൾ വരത്തില്ല. അതുകൊണ്ട് 25 ലക്ഷം രൂപ മുടക്കി ഒരു സഭയുടെ ജനറൽ കൺവെൻഷൻ നടത്തുമ്പോൾ എത്ര സുവിശേഷീകരണ സാധ്യതയുണ്ടോ അതിൽ കൂടുതലാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒട്ടും ദൂരെയല്ലാതെ നിങ്ങളുടെ ഗ്രോസറി ഷോപ്പിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ സുവിശേഷം പറയുന്നത്. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള കാലങ്ങൾ ലളിതമായ സുവിശേഷീകരണത്തിന്റെ ദിവസങ്ങളായിരിക്കണം. ലളിതമായ സുവിശേഷീകരണം. അതിന് ഇവാഞ്ചലിസം ടൂൾസ് ഒക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടെലിവിഷനിലൂടെ സുവിശേഷം അറിയിച്ചോട്ടെ, ആളുകൾ അറിയിച്ചോട്ടെ, കൺവെൻഷൻസ് നടത്തിക്കോട്ടെ, ക്രൂസൈഡ്സ് നടത്തിക്കോട്ടെ. പക്ഷേ അതിൽ ഒട്ടും കുറയാത്തതായ പ്രാധാന്യം എന്തിനും ഉണ്ടായിരിക്കണം? ലളിതമായ സുവിശേഷീകരണത്തിനും ഉണ്ടായിരിക്കണം. അതാരെ കൊണ്ടാണ് നടത്തുന്നത്? സെലിബ്രിറ്റീസിനെ കൊണ്ടൊന്നുമല്ല. അത് നടത്താൻ ദൈവം വിളിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയും ഒക്കെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയുമാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയുമാണ് ദൈവം അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നത്. ലളിതമായ സുവിശേഷീകരണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് നമ്മൾ നമ്മുടെ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. അത് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് സെഷൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി എൻ്റെ ലൈഫിൽ ഈ 38 years ഓഫ് മൈ ക്രിസ്ത്യൻ ലൈഫ്, 38 വർഷമായുള്ള എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചതായ പാഠങ്ങളുടെ ഏറ്റവും ഒടുവിൽ കർത്താവിനോട് സംസാരിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് എന്താണ് സ്പെസിഫിക് ആയിട്ട് എന്താണ് വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യമൊന്നും പറയൊന്നുമല്ല. കർത്താവിൻ്റെ ഒരു പുതിയ കാര്യം, ഇത് പുതിയ കാര്യമൊന്നുമല്ല, ഇത് പഴയ കാര്യം തന്നെയാണ്. ചിലപ്പോൾ ആളുകളോട് പുതിയ കാര്യമൊന്നുമല്ല, ഇത് പഴയ കാര്യമാണ്. എല്ലാവർക്കും ഇപ്പോൾ പുതിയ കാര്യം മതി. പുതിയ കാര്യമൊന്നും അല്ല വേണ്ടത്. എന്താണ്? പഴയ കാര്യം, വേദപുസ്തകത്തിലുള്ള അതേ കാര്യം. യേശു കർത്താവ് എന്ത് ചെയ്തോ അതേ കാര്യം. അവൻ എന്താ ചെയ്തത്? ഈ 2 പേരെ ഓരോ ഗ്രാമങ്ങളിലേക്ക് അയക്കുകയാണ്. നിങ്ങൾ ചെന്ന ഭവനങ്ങളിൽ സുവിശേഷം അറിയിക്കാനാ പറഞ്ഞേ. അത് കളഞ്ഞേച്ച് കർത്താവ് കൽപ്പിച്ച ആ കാര്യം കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് നമ്മൾ മടങ്ങിപ്പോകുന്നത് ശരിക്കും ഒരു മടങ്ങിപ്പോക്കാണ്. അതെങ്ങോട്ടാണ്? വേദപുസ്തകത്തിലെ യേശു കർത്താവിന്റെ സുവിശേഷീകരണ പാറ്റേണിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. ഇതായിരുന്നു യേശുവിന്റെ പാറ്റേൺ. ഇതാണ് യേശു പഠിപ്പിച്ചതായ പാറ്റേൺ. വ്യക്തിഗതമായി ഓരോ വ്യക്തികളോട് സുവിശേഷം അറിയിക്കുക.
പുരുഷാരത്തോട് അവൻ പ്രസംഗിച്ചു, ശരിയാണ്. പക്ഷേ ഓരോ വ്യക്തികളെയും കണ്ട് സുവിശേഷം പറയാനുള്ള സാധ്യതയെ അവൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അതുകൊണ്ട് ഈ ദിവസം 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ അതിന്റെ കുറിവാക്യമായി നമ്മൾ എടുത്തിരിക്കുന്ന വാക്യമാണ് 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 16 വാക്യം. ഇതാണ് നമ്മൾ ഈ 3 ദിവസവും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, ഇത് എന്റെയും വാക്കുകളാകാൻ എന്നെ സഹായിക്കണം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇത് പൗലോസിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും സുവിശേഷം അറിയിക്കാനുള്ള വലിയ ഒരു ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. ഞങ്ങളുടെ സഭകളിൽ അനാത്മികമായ പല പ്രവണതകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ടായി. തീർച്ചയായും കർത്താവേ, വേദപുസ്തകത്തിലെ യേശുവിനെ മനസ്സിലാക്കുവാനും ആ യേശുവിനെ തന്നെ പ്രസംഗിക്കുവാനും നീ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ചു. കർത്താവേ, യഥാർത്ഥ ആത്മീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ അതിനെക്കുറിച്ചുള്ള വലിയൊരു വെളിപ്പാട് നീ ഞങ്ങൾക്ക് നൽകി. എന്നാൽ കർത്താവ്, അതേസമയം കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി ഞങ്ങളുടെ സഭകളിൽ സുവിശേഷീകരണത്തിന്റെ ആ പ്രാധാന്യം ചോർന്നു പോയതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയതായ സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന സുവിശേഷീകരണ തീഷ്ണത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി ഞങ്ങൾക്ക് തോന്നുന്നു. അത് മടക്കി തരണമേ കർത്താവേ. എന്നെ ലളിതമായ സുവിശേഷീകരണത്തിന്റെ ഉപാധിയായി നീ ഉപയോഗിക്കണമേ. 1-to-1 ആളുകളോട് കണ്ട് പേഴ്സണലായിട്ട് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം എന്നെ ശക്തീകരിക്കണമേ. എന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ ഒരു കാരണമായി തീരണമേ കർത്താവേ. ഭവനങ്ങൾ കയറിയിറങ്ങുവാൻ, നാൽക്കവലകളിൽ പ്രസംഗിക്കുവാൻ, ട്രാക്റ്റുകൾ വിതരണം ചെയ്യാൻ, രോഗികളെ സന്ദർശിക്കുവാൻ, തടവിലുള്ളവരെ സന്ദർശിക്കുവാൻ, സ്കൂളുകളും കോളേജുകളും സുവിശേഷീകരിക്കുവാൻ, അതിനൊക്കെ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഞാൻ ഒരിക്കലൂടെ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. ആരൊക്കെ ദിവസത്തിൽ പറയും ഇതിനു വേണ്ടിയുള്ള ഒരു സമർപ്പണം? കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, I just want to see that Lord. I'm becoming an instrument in your hands to share gospel with others. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നതിനുള്ള ഒരു ഉപകരണമാക്കി നീ എന്നെ ഉപയോഗിക്കണമേ കർത്താവേ. കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. ഒരു മാസ് ഇവാഞ്ചലൈസേഷൻ ഒക്കെ നടക്കട്ടെ കർത്താവേ. പക്ഷെ ഞാൻ വ്യക്തിപരമായി എന്റെ വാഗൊണ്ട് ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അവനോട് സുവിശേഷം പറയാനായിട്ട് എന്നെ സഹായിക്കണേ കർത്താവേ. എന്റെ കൈ കൊണ്ടൊരു ട്രാക്റ്റ് കൊടുക്കാൻ സഹായിക്കണമേ. എന്റെ കാലുകൾ കൊണ്ട് ഓരോ വീടുകൾ കയറിയിറങ്ങാൻ നീ സഹായിക്കണേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി എന്നെ ശക്തീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു.